റിപ്പോർട്ടർ പുറത്തുവിട്ട പല വാർത്തകളും വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. പല തെറ്റുകുറ്റങ്ങളും അഴിമതി കഥകളും റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നിരുന്നു. റിപ്പോർട്ടർ ബ്രേക്കിംഗ്: വൈദ്യുതി വകുപ്പിന് കീഴിലുള്ള ഹൈഡൽ ടൂറിസം പദ്ധതിയിൽ വീണ്ടും അട്ടിമറി. വാട്ടർ സ്പോർട്സ് നടത്തിപ്പ് ചുമതല ടെൻഡർ ഇല്ലാതെ വകുപ്പ് മന്ത്രിയുടെ പാർട്ടിയിലെ നേതാവിന് നൽകി. CH അഷറഫിന്റെ ന്യൂ പെരിയാർ വാട്ടർ സ്പോർട്സ് എന്ന കമ്പനിക്കാണ് ചുമതല നൽകിയത്. വിജിലൻസ് അന്വേഷണം നേരിടുന്ന കമ്പനിക്കാണ് ഈ മാസം 13 മുതൽ നടത്തിപ്പ് ചുമതല ലഭിച്ചത്. മന്ത്രി റോഷി അഗസ്റ്റിനാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. രേഖകൾ റിപ്പോർട്ടറിന് TV പ്രസാദുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി TV പ്രസാദ്. വീണ്ടും അട്ടിമറി, എന്താണ് സംഭവിച്ചിരിക്കുന്നത്? TV പ്രസാദ്, ഇതിൽ നമ്മൾ തുടർച്ചയായിട്ട് വാർത്ത കൊടുത്തിരുന്നു. വെല്ലൂരിയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നേരത്തെ നൽകിയതാണ്. ഹൈഡൽ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വാർത്ത നമ്മൾ നൽകിയതാണ്. ഇപ്പോൾ വീണ്ടും ഈ ആരോപണ വിധേയരായി നിൽക്കുന്നവർക്ക് തന്നെ, വിജിലൻസ് അന്വേഷണം നേരിടുന്നവർക്ക് തന്നെ പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല നൽകുന്നത് എങ്ങനെയാണ് TV പ്രസാദ്? അരുൺ, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ഇങ്ങനെ നൽകിയത് എന്ന കാര്യത്തിലാണ് ഇപ്പോഴും വ്യക്തതയില്ലാത്തത്. വൈദ്യുതി വകുപ്പിന് കീഴിലാണ് ഈ ഹൈഡൽ ടൂറിസം പദ്ധതി. അതിന്റെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ്. കെ കൃഷ്ണൻകുട്ടി മന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷമാണ് ഇടുക്കി അടിമാലിയിലെ CH അഷറഫ് എന്ന് പറയുന്ന മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പാർട്ടി നേതാവ് കമ്പനികൾ തുടങ്ങിയതും ഹൈഡൽ ടൂറിസം പദ്ധതിക്ക് കീഴിലുള്ള വാട്ടർ സ്പോർട്സിന്റെ പദ്ധതികൾ ഏറ്റെടുത്ത് തുടങ്ങിയതും. നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ ഈ പറയുന്ന ഇതിന്റെ തൊട്ട് മുമ്പുള്ള കമ്പനി പെരിയാർ വാട്ടർ സ്പോർട്സ് എന്ന കമ്പനി ഒരു മുൻപരിചയവുമില്ലാതെ ഈ വാട്ടർ സ്പോർട്സ് ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസുണ്ട്. നിലവിൽ വിജിലൻസ് അന്വേഷണത്തിലുമാണ്. അരുൺ, നമുക്ക് ഓർമ്മയുണ്ട്, ഈ CH അഷ്റഫിന്റെ പെരിയാർ വാട്ടർ സ്പോർട്സ് എന്ന കമ്പനിയാണ് അനർട്ടിന്റെ മുൻ സിഇഒയും അതുപോലെ തന്നെ ഹൈഡൽ ടൂറിസത്തിന്റെ ചുമതലക്കാരനുമായ നരേന്ദ്രനാഥ് വെല്ലൂരി IFSന് ഒരു വിമാന ടിക്കറ്റിന് വേണ്ടിയുള്ള പണം കൊടുക്കുന്നത്. അത് രേഖകൾ സഹിതം, വിവരാവകാശ രേഖകൾ സഹിതമാണ് റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ മാസം 13-ാം തീയതി കുളമാവ് ഡാമിനടുത്തുള്ള വടക്കേപ്പുഴയിൽ അവിടുത്തെ വാട്ടർ സ്പോർട്സ് പദ്ധതി ടെൻഡർ ഇല്ലാതെ CH അഷ്റഫിന്റെ കമ്പനിക്ക് തന്നെ കൊടുക്കുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഹൈഡൽ ടൂറിസം പദ്ധതിയുടെ കീഴിൽ വരുന്ന ഇത്തരം കാര്യങ്ങൾ KSEBയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാറുണ്ട്. ഈ വാട്ടർ സ്പോർട്സ് നടത്തുന്ന മറ്റ് കമ്പനിക്കാർ എല്ലാവരും അറിയാറുമുണ്ട്. പക്ഷേ ഇത്തവണ റോഷി അഗസ്റ്റ്യൻ മന്ത്രി ഉദ്ഘാടനം ചെയ്ത ഈ പരിപാടി, ഈ പദ്ധതി ഒരു ടെൻഡറുമില്ലാതെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പാർട്ടി നേതാവിന്റെ കമ്പനിയായ ന്യൂ പെരിയാർ വാട്ടർ സ്പോർട്സിന് നൽകി എന്ന ഗുരുതരമായ കാര്യമാണ് പുറത്തുവരുന്നത്. അരുൺ, ഭരണം അവസാനിക്കാറായ സമയമായതുകൊണ്ടാണോ ഇങ്ങനെ ഒരു ടെൻഡർ മന്ത്രിയുടെ വകുപ്പിന് കീഴിൽ കൊടുക്കുന്നത് എന്ന ചോദ്യമാണ് ഗുരുതരമായി ഉയരുന്നത്. അതിലും പ്രധാനപ്പെട്ട കാര്യം, വിജിലൻസ് അന്വേഷണം നേരിടുന്ന നിരവധി ആരോപണങ്ങളിൽ മുഴച്ചു നിൽക്കുന്ന CH അഷ്റഫിന്റെ കമ്പനിക്ക് എങ്ങനെയാണ് ടെൻഡർ ഇല്ലാതെ ഇത് നൽകിയത് എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അരുൺ, താങ്ക് യു. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. എങ്ങനെയാണ് ഇത് സാധ്യമാവുക? സർക്കാർ ഭരണം അവസാനിപ്പിക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള ചില കരാറുകളൊക്കെ വരും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളതിനെ കടുംവെട്ടെന്നാണ് UDFന്റെ കാലത്ത് വിശേഷിപ്പിച്ചത്. കടുംവെട്ടാണോ യഥാർത്ഥത്തിൽ വന്നിരിക്കുന്നത്? എന്തായാലും അത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. വിജിലൻസിന്റെ അന്വേഷണത്തിൽ നിൽക്കുന്ന ഒരു കമ്പനിക്ക് അത്തരത്തിൽ ഒരു കരാർ കൊടുക്കുക എന്നുള്ളത് സംശയമുണ്ടാക്കുന്നതാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. TV പ്രസാദാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.